സതീശൻ സർക്കാർ പരാജയപ്പെട്ടിരിക്കും 100%. എനിക്ക് ഏറ്റവും നല്ലതായിട്ടാണ് തോന്നുന്നത്. ജനത്തിന് സമാധാനമുണ്ട്. ഭരണം തുടങ്ങി 100 ദിവസമല്ലേ ആയുള്ളൂ, നമുക്ക് വിലയിരുത്താറായിട്ടില്ല. 100 ദിവസം കൊണ്ട് ഒരു ഗവൺമെന്റിനെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. യൂത്തിന് വേണ്ടി നിൽക്കുന്ന സർക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 100 ദിവസം കൊണ്ട് പറയാൻ പറ്റത്തില്ല. സ്പോർട്സ് മിനിസ്റ്ററുടെ കാര്യത്തിലാണ് ഒരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു, പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞ വാക്കൊന്നും വലുതായിട്ട് പാലിച്ചിട്ടൊന്നുമില്ല. പ്രിയദർശിനി സ്ത്രീകൾക്ക് അതൊരു അനുഗ്രഹമാണ്. ഇവിടെ സ്ത്രീകൾക്ക് ബസ് സൗജന്യ യാത്ര ഒരു കാര്യമില്ലാതെ വിളിച്ചു വരിക. ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കാറിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇതിനെ കുറ്റമായിട്ട് പറയുന്നത്. KSRTCയിൽ ഇത് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നും ജോലിക്ക് പോകുന്ന ജോലിക്കാർ അതിനകത്ത് കയറുന്ന മുഴുവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അത് ഇച്ചിരി നല്ലതായിരിക്കും. പൈസ കൊടുക്കാതെ പോകാൻ പറ്റുമല്ലോ, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രായപരിധി വെക്കണമായിരുന്നു. ഇതെന്തിനാ എല്ലാവർക്കും പ്രൈവറ്റ് ബസ്സുകാർ ഓടുന്നതല്ലേ, എന്തോരം ആൾക്കാരായിട്ട് കുത്തി പറഞ്ഞു പോകുന്നത്. ഞങ്ങൾക്കും യാത്ര ചെയ്യണ്ടേ. പിണറായി സർക്കാരിൻ്റെ സമയത്ത് നമുക്ക് കിറ്റും കാര്യങ്ങളും ഓണത്തിന് കുറച്ചും കൂടെ കേന്ദ്രീയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ സർക്കാർ കിറ്റ് മാത്രമേ ഉള്ളൂ, ഐറ്റങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അത് നടത്താതിരിക്കുന്നത് തന്നെ ആയിട്ട്. അതുകൊണ്ടൊന്നും ജനത്തിന് വലിയ പ്രയോജനമുള്ള കാര്യമൊന്നുമില്ല. കാലാവസ്ഥയുടെ കൂടെ മഴക്കാലവും കോടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ കൂടുതലും അതൊക്കെ ചെയ്യേണ്ടി വന്നത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ മുൻഗണനക്കാരുള്ളവരെല്ലാം തന്നെ ശരിക്കും അവർക്കൊക്കെ നല്ല സാമ്പത്തികം ഉള്ളവരാണ്. അപ്പം അതൊക്കെ ശരിക്കും അന്വേഷണത്തിനോട് ചെയ്ത് വേണം ഇതെല്ലാം ചെയ്തു തരാൻ. മോഡിഫിക്കേഷൻ നടത്തുമെന്നൊക്കെ വിചാരിച്ചിരുന്ന നിയമം മാറ്റുമെന്ന്, പക്ഷെ അതൊന്നും മാറ്റിയില്ല. മോഡിഫിക്കേഷൻ ട്രൈ ആക്കി നോക്കി, മാക്സിമം നോക്കി, പക്ഷേ കോർട്ട് അനുവദിച്ചില്ലല്ലോ. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാലത്തിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാ വാഗ്ദാനങ്ങളും നിറവേറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.